ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ജയറാമേട്ടാ. അതെ, ജയറാമേട്ടന് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാണ്, ജയറാമേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ് ജയറാമേട്ടന് ഫോട്ടോ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങളടുത്ത് പങ്കുവെക്കുന്നത്. ഇനി ഇതെടുത്തിട്ട് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില റിയാക്ഷൻ വെക്കണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം ഇതിനു മുമ്പേ അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് കൊടുത്തതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പത്തെ കാര്യം പറയുന്നത് ജസ്റ്റ് ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിൽ കുറേ റിയാക്ഷൻ വീഡിയോസ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ജയറാമേട്ടൻ്റെ ജന്മദിനമാണിന്ന്. അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു വിഷും കൊടുക്കാം. ഞാൻ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുത്തതിൻ്റെ നിങ്ങളടുത്തൊന്ന് പങ്കുവെക്കുകയും ചെയ്യാമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജയറാമേട്ടന് ഫോട്ടോ കൊടുക്കുന്നത് 2017 കൊടുക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത് റിസോർട്ടിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അന്ന് കടവ് റിസോർട്ടായിരുന്നു. ഇന്ന് റിവർ ഷോ അല്ല, ഇന്നെന്തായിരുന്നു പേര് മറന്നുപോയി. അന്ന് കടവ് റിസോർട്ടായിരുന്നു. ഇന്നത്തെ പേര് എന്നോട് മറന്നുപോയി. രവി പിള്ള സാറിൻ്റെ ഒരു റിസോർട്ട് ഉണ്ടല്ലോ, എന്തോ ഒരു റാവീസ്. ഇന്ന് റാവീസ് കേട്ടോ. അപ്പം ഇന്നത്തെ റാവീസ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലാണത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കുന്നത്. കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ പങ്കുവെക്കുന്നത് കണ്ടിട്ടാണ് പിന്നീടാണ് ജയറാമേട്ടൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഇരിക്കുകയാണ് ജയറാമേട്ടന് ഫോട്ടോ കൊടുത്തു. അവിടെ വെച്ച് വളരെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം ആ ഫോട്ടോ സ്വീകരിച്ചു. ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി. എനിക്ക് ചെറിയൊരു ദക്ഷിണയൊക്കെ തന്നു. പിന്നീട് ഞാൻ ജയറാമേട്ടനെ കാണുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അന്നാട്ടോ. അവിടെ വെച്ചിട്ടാണ് കണ്ടത്. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അന്നും അദ്ദേഹവും എന്നെ കണ്ടപ്പോഴേക്കും വേഗം തിരിച്ചറിഞ്ഞു. ജസ്ന എന്ന് പറഞ്ഞു, വൈഫിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആ കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇതേ നമ്മുടെ ഫോട്ടോ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം നമ്മുടെ ജയറാമേട്ടൻ്റെ കയ്യിലും ഈ ഉണ്ണിക്കണ്ണനുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷം പങ്കുവെക്കാൻ പറ്റിയ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതാണ് വിശേഷം. ഇതാണ് ഫോട്ടോ. അന്ന് അദ്ദേഹത്തിന് സമ്മാനിക്കുന്ന ഫോട്ടോ ഇതാണ്. കാണുന്നുണ്ടല്ലോ മോനെ നല്ലോണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ജസ്നയുടെ ദുരൂഹത എന്ന് പറഞ്ഞിട്ട് അടുത്ത റിയാക്ഷൻ വീഡിയോ പോകണ്ട. ഒരിക്കൽ കൂടിയും ഹാപ്പി ബർത്ത്ഡേ ജയറാമേട്ട. ഒരു 100 വർഷം ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ സ്വന്തം ജസ്ന സലീം. ഓക്കെ, ബൈ.